വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖുലി അമലു ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ. നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക, അല്ലാഹുവും അല്ലാഹുവിൻ്റെ റസൂലും മുഅ്മിനീങ്ങളും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കാണും, അല്ലെങ്കിൽ കാണുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. ഇവിടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനുള്ള ആഹ്വാനമാണ്. അല്ലാഹു കാണും, റസൂല് കാണും, മുഅ്മിനീങ്ങൾ കാണും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട്, തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട് കപട വിശ്വാസികളും അറാബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി പെരുമാറിയതുമായി ബന്ധപ്പെട്ട അവതീർണമായിട്ടുള്ള വചനാണിത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഭീഷണിയുടെ സ്വരത്തിൽ സൂറത്ത് തൗബയിലെ അവസാന വചനങ്ങൾ അവതരിപ്പിച്ചു. ആ വചനങ്ങളിലൊരു ആയത്താണിത്. ഇവിടെ പറയുന്നത് അല്ലാഹു കാണും എന്നാണ്, നിങ്ങളുടെ പ്രവർത്തനത്തെ അല്ലാഹു കാണുമെന്നാണ്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് അല്ലാഹുവിന് കാഴ്ച എന്ന വിശേഷണമുണ്ട്, അല്ലാഹു കാണുന്നു. ഇതൊക്കെ വിശുദ്ധ ഖുർആൻ്റെ വചനങ്ങളാണ്. ചില വചനങ്ങൾ തിരുമൊഴികളാണ്. ഈ വിശേഷണത്തെയാണ് ഒരു വിഭാഗം ആളുകൾ നിഷേധിക്കുന്നത്. അല്ലാഹു കാണൂല, അള്ളാഹ്ക്ക് കാഴ്ച എന്ന വിശേഷണമില്ല എന്ന് വിദേവി കക്ഷികളിൽ ഒരു വിഭാഗം ജൽപ്പിക്കുന്നത് അതാണ്. അതുകൊണ്ട് അവരുടെ ജൽപ്പനങ്ങൾ എത്ര മൗഢ്യമാണ് എന്നറിയിക്കാനാണ് ഈ വചനങ്ങൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അള്ളാഹുവിൻ്റെ കാഴ്ച അതെങ്ങനെയാണ്? അള്ളാഹുവിന് കണ്ണുകൾ ഉണ്ട് എന്നത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ തിരുമൊഴികളിൽ നമ്മളെ പഠിപ്പിച്ചതാണ്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്? ദജ്ജാലിൻ്റെ വിഷയത്തിൽ പറഞ്ഞു, ദജ്ജാൽ അന്ത്യനാളിൻ്റെ അടയാളം എന്നോണം വരുമ്പോൾ ദജ്ജാൽ ദിവ്യത്വം വാദിക്കും. ഞാനാണ് അള്ളാഹ് എന്ന് പറഞ്ഞവൻ ലോകരെ പറ്റിക്കും. അതിന് വേണ്ടതായ ചില അത്ഭുത പ്രവൃത്തികൾ അവൻ്റെ കയ്യാൽ നടക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകരെ പരീക്ഷിക്കുവാൻ അവൻ്റെ കയ്യാൽ പലതും നടത്തും. മഴ പെയ്യാൻ പറഞ്ഞാൽ മഴ പെയ്യും. ഒരു വെട്ടിയെ വെട്ടി കഷ്ണമാക്കി എറിഞ്ഞ് അതിനോട് എഴുന്നേറ്റ് വരാൻ വേണ്ടി പറഞ്ഞാൽ അത് എഴുന്നേറ്റ് വരും. ഒക്കെ അല്ലാഹു അവൻ്റെ കയ്യാൽ നടത്തുന്ന ചില പരീക്ഷണങ്ങളാണ്. ഇസ്തിദ്റാജ് എന്ന് പറയും. അത് കറാമത്തല്ല, പ്രത്യുത അള്ളാഹുവിൻ്റെ പരീക്ഷണം അള്ളാഹു ചില വ്യക്തികളിലൂടെ അവതരിപ്പിക്കും, ദജ്ജാലിലൂടെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഇവൻ അള്ളാഹ് എന്ന് പറയും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ദജ്ജാൽ ആവറാണ്. ദജ്ജാൽ ഒരു കണ്ണിന് കാഴ്ച ഉള്ളവനാണ്, മറ്റേ കണ്ണ് ദജ്ജാലിൻ്റെത് കാഴ്ച കെട്ടതാണ്. രണ്ട് കണ്ണും ദജ്ജാലിൻ്റേത് വിരൂപവുമാണ്. ദജ്ജാലിൻ്റെ രണ്ട് കണ്ണും വിരൂപമാണ്. അതിൽ ഒരു കണ്ണ് തന്നെ കാഴ്ച അല്ലാത്തതാണ്, ഒരു കണ്ണിനെ കാഴ്ചയുള്ളൂ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന റബ്ബക്കും ലൈസ ബി ആവർ, നിങ്ങളുടെ റബ്ബ് ഒരിക്കലും ആവറല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇരു കണ്ണുകൾക്ക് കാഴ്ചയുള്ളവനാകുന്നു നിങ്ങളുടെ റബ്ബ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ മഹിതമായ ദാത്തിന്, സത്തക്ക്, അള്ളാഹുവിൻ്റെ പരിപൂർണതക്ക് അനുയോജ്യമായ വിധമുള്ള രണ്ട് കണ്ണുകൾ ഉണ്ട് എന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് വിശ്വസിക്കുന്നു. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആദർശം. ദജ്ജാൽ ദിവ്യത്വം വാദിച്ചു വരുമ്പോൾ, അള്ളാഹ് എന്ന് പറഞ്ഞു വരുമ്പോൾ ദജ്ജാലിൻ്റെ വാദത്തിൽ വീഴേണ്ട. ദജ്ജാൽ ഒറ്റ കണ്ണനാണ്, ഒരു കണ്ണിനെ കാഴ്ചയുള്ളൂ. രണ്ട് കണ്ണുണ്ടെങ്കിലും രണ്ട് കണ്ണും വിരൂപമാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ആഴ്വറല്ല എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിന് അവൻ്റെ മഹിതദാത്തിന് അനുയോജ്യമായ വിധം കണ്ണുകൾ ഉണ്ട് എന്നുള്ളത് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം. ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരായത്ത് ഓതി. പ്രസ്തുത ആയത്ത്
ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ വഇദാ ഹകംതും ബൈനൻ നാസി അൻ തഹ്കുമു ബിൽ അദ്ൽ ഇന്നല്ലാഹ നിഅമ്മാ യഈദുകും ബിഹി ഇന്നല്ലാഹ കാന സമീഅൻ ബസീറ എന്ന ആയത്ത് ഓതിയത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിയിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, അബൂ ഹുറൈറ ഇത് ഓതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിയ പോലെ. എന്താ ആയത്ത് അർത്ഥമാക്കുന്നത്? ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കൽപ്പിക്കുന്നു അമാനത്തുകൾ അതിൻ്റെ അഹ്ലുകാരിലേക്ക് തിരിച്ചേൽപ്പിക്കുവാൻ, യഥാവിധം നിർവഹിക്കുവാൻ. അതേപോലെ വൈദാ ഹകംതും ബൈനൻ നാസ് അൻ തഹ്കുമു ബിൽ അദ്ൽ, ജനങ്ങൾക്കിടയിൽ നിങ്ങൾ വിധി കൽപ്പിക്കുകയാണെങ്കിൽ നീതിപൂർവ്വം നിങ്ങൾ വിധിക്കണം. ഇന്നല്ലാഹ നിഅമ്മാ യഈദുകും ബിഹി, അള്ളാഹു എത്ര നല്ല ഉപദേശമാണ് നിങ്ങൾക്ക് നൽകുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി അബൂ ഹുറൈറ റളിയല്ലാഹു തആല ഇത് ഓതിയിട്ട് പിന്നെ തുടർത്തി ഓതാണ്, ഇന്നല്ലാഹ കാന സമീഅൻ ബസീറ, അള്ളാഹു കേൾക്കുന്നവനാണ്, അള്ളാഹു കാണുന്നവനാണ്. എങ്ങനെ അബൂ ഹുറൈറ ഓതിയത് അറിയോ? ഇന്നല്ലാഹ കാന സമീഅൻ ബസീറ, ഇങ്ങനെ ഓതിയത്. അള്ളാഹു കേൾക്കുന്നവനാണ്, സമീ എന്ന് പറഞ്ഞിട്ട് കാതിലേക്ക് ചൂണ്ടി, ബസീറ എന്ന് പറഞ്ഞിട്ട് കണ്ണിലേക്ക് ചൂണ്ടി. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നല്ലാഹ കാന സമീഅൻ എന്ന് ഓതിയപ്പോൾ തൻ്റെ കാതിലേക്ക് ചൂണ്ടി, ബസീറൻ എന്ന് ഓതിയപ്പോൾ കണ്ണിലേക്ക് ചൂണ്ടി എന്നാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പഠിപ്പിക്കണത്? അള്ളാഹു സമീഅാണ് എന്ന് പറഞ്ഞപ്പോൾ കാതിലേക്ക് ചൂണ്ടി, അള്ളാഹു തൻ്റെ കാതുകൾ കൊണ്ട് കേൾക്കുന്നു. ബസീറൻ എന്ന് പറഞ്ഞപ്പോൾ കണ്ണിലേക്ക് ചൂണ്ടി, അള്ളാഹു തൻ്റെ കണ്ണുകൊണ്ട് കാണുന്നു. അപ്പം അള്ളാഹുവിന് കാത് അല്ലെങ്കിൽ അള്ളാഹുവിന് കണ്ണ് എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ കാത് പോലെ നമ്മുടെ കണ്ണ് പോലെ അപൂർണല്ല, കുറവും ന്യൂനതയുള്ളതല്ല. പിന്നെയോ അള്ളാഹുവിൻ്റെ മഹിതമായ ദാത്ത് എത്ര സമ്പൂർണ്ണമാണോ ആ പൂർണ്ണതക്കനുസരിച്ച് കുറവില്ലാത്ത, ന്യൂനതയില്ലാത്ത, പോരായ്മയില്ലാത്ത സമ്പൂർണമായ കാഴ്ചയുള്ള കണ്ണ്, കേൾവിയുള്ള കാത്, ഇതാണത് അർത്ഥമാക്കുന്നത്. അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ആ വിഷയത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ അള്ളാഹുവിൻ്റെ മഹനീയമായ കണ്ണുകളെ അള്ളാഹുവിന് സ്ഥിരീകരിക്കും വിധമുള്ളതാണ്. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? വലഖദ് മനന്ന അലൈക മറത്തൻ ഉഖ്റ ഇദ് ഔഹൈനാ ഇലാ ഉമ്മിക മാ യൂഹാ അനിഖ്ദിഫീഹി ഫി താബൂത്ത് ഫഖ്ദിഫീഹി ഫിൽ യം ഫൽയുൽഖിഹിൽ യം ബിസ്സാഹിലി യഅഖുദുഹു അദുവ്വുൻ ലി വഅദുവ്വുൻ ലഹു വഅൽഖൈതു അലൈക മഹബ്ബതൻ മിന്നി വലിതുസ്ന അലാ ഐനി. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്താ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു പറയുന്നത്? വലഖദ് മനന്ന അലൈക മറത്തൻ ഉഖ്റ, മൂസ നിങ്ങൾക്ക് മറ്റൊരിക്കൽ കൂടി നാം അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. എന്താ അനുഗ്രഹം? ഇത് ഔഹൈനാ ഇലാ ഉമ്മിക് മാ യൂഹ, നിങ്ങളുടെ ഉമ്മാക്ക് നാം ബോധനം നൽകിയ സന്ദർഭം. എന്താ ബോധനം നൽകിയത്? അനിഖ്ദിഫീഹി ഫി താബൂത്ത്, മൂസ കുട്ടി ഉണ്ടായപ്പോഴുണ്ടല്ലോ, അള്ളാഹു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മാക്ക് ബോധനം നൽകിയത് കുട്ടിയെ ഒരു പെട്ടിയിൽ വെക്കാനാണ്. ഫഖ്ദിഫീഹി ഫിൽ യം, എന്നിട്ട് ആ പെട്ടി നദിയിൽ ഒഴുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഫൽയുൽഖിഹിൽ യമ്മു ബിസ്സാഹിൽ, നദി കൊണ്ടുപോയിട്ട് ഈ പെട്ടിയെ കരക്കിട്ടോളും എന്ന് പറഞ്ഞു. ഇതൊക്കെ അള്ളാഹു നൽകിയ വഹയാണ്. യഅഖുദുഹു അദുവ്വുൻ ലി വഅദുവ്വുൻ ലഹു, ഈ കുട്ടിക്ക് ശത്രുവായ, എനിക്ക് ശത്രുവായ ഒരു വ്യക്തി ആ പെട്ടി എടുത്തോളും, കുട്ടിയെ എടുത്തോളും എന്നാണ്. എന്നിട്ട് അള്ളാഹു പറയണ വഅൽഖൈതു അലൈക മഹബ്ബതൻ മിന്നി, മൂസ നിങ്ങളുടെ മേൽ നമ്മളിൽ നിന്നുള്ള സ്നേഹം നാം കനിഞ്ഞു. വലിതുസ്ന അലാ ഐനി, എന്തിനാ അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തത്? വലിതുസ്ന അലാ ഐനി, എൻ്റെ കണ്ണിൻ്റെ മേൽനോട്ടത്തിൽ നിങ്ങൾ പരിരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു പറയാണ് വലിതുസ്ന അലാ ഐനി, എൻ്റെ കണ്ണിൻ്റെ മേൽനോട്ടത്തിൽ താങ്കൾ പരിരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നിങ്ങളുടെ ഉമ്മാക്ക് നാം ബോധനം നൽകി എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഈ ആയത്തിൽ പറയാണ്. പിന്നീട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരി വന്നതും അങ്ങനെ ആ സഹോദരി ഫിറഔൻ്റെ കുടുംബക്കാർക്ക് പിന്നെ ഈ കുട്ടിയെ സംരക്ഷിക്കാൻ പറ്റിയ ഒരു സ്ത്രീയെക്കുറിച്ച് അഥവാ മൂസായുടെ ഉമ്മയെക്കുറിച്ച് വിവരം നൽകിയതൊക്കെ ഉള്ളതായ വിഷയങ്ങൾ അള്ളാഹു പറയാണ്. ഇവിടെ വലിതുസ്ന അലാ ഐനി എന്ന് പറയാണ്. അള്ളാഹു പറയാണ് എൻ്റെ കണ്ണിൻ്റെ മേൽനോട്ടത്തിൽ
മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പരിരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അള്ളാഹു തനിക്ക് സ്ഥിരീകരിക്കുകയാണ് എന്ത്? അള്ളാഹുവിന് കണ്ണുണ്ട് എന്നുള്ളത്. അത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. പക്ഷെ ചില മനുഷ്യന്മാർ അള്ളാഹു തനിക്ക് സ്ഥാപിച്ചതിനെ, സ്ഥിരീകരിച്ചതിനെ നിരാകരിക്കുന്നവരും നിഷേധിക്കുന്നവരുമാണ് എന്നുള്ളതാണ്. ഇതേപോലെ വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് അള്ളാഹുവിൻ്റെ കണ്ണുകളെക്കുറിച്ച്. എന്താ പറയുന്നത്? കദ്ദബത് ഖബ്ലഹും ഖൗമു നൂഹിൻ ഫകദ്ദബു അബ്ദനാ വഖാലു മജ്നൂൻ വസ്ദുജിർ ഫദആ റബ്ബഹു അന്നി മഗ്ലൂബുൻ ഫന്തസിർ ഫഫതഹ്നാ അബ്വാബ السماء بماء منهمر وفجرنا الأرض عيونا فالتقى الماء على أمر قد قدر وحملناه على ذات ألواح ودسر تجري بأعيننا جزاء لمن كان كفر. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കളവാക്കി. അങ്ങനെ ഭ്രാന്തനെന്നും ഒക്കെ വിളിച്ചിട്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ അവർ ദൂരപ്പെടുത്തി. അങ്ങനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അസ്തഗ്ഫിറുല്ലാഹ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഏറെക്കാലം ദഅവത്ത് നടത്തിയിട്ടും അവരിപ്പറിവിധം പ്രതികരിച്ചപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, അന്നി മഗ്ലൂബുൻ ഫന്തസിർ, ഞാൻ തോൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്, അതുകൊണ്ട് അള്ളാഹുവേ നിൻ്റെ സഹായം, നിൻ്റെ വിജയം കനിയണമേ എന്ന ദുആ അദ്ദേഹം നിർവഹിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വാനകവാടങ്ങൾ തുറന്നു, മഴ പെയ്യാൻ തുടങ്ങി. അതേപോലെ തന്നെ ഭൂമിയിൽ നിന്ന് അരുവികളെന്ന പോലെ ഉറവ നിർഗളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ വാനത്തിലെ വെള്ളവും ഭൂമിയിലെ വെള്ളവും സന്ധിച്ച് വലിയ തൂഫാൻ, പ്രളയമാണ്. വഹമൽനാഹു അലാ ദാത്തി അൽവാഹിൻ വദുസുർ എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആനകൾ കൊണ്ടും പലകകൾ കൊണ്ടും ഉണ്ടാക്കിയ കപ്പലിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ വഹിക്കുകയാണ്. ആ കപ്പലിനെ കുറിച്ച് അള്ളാഹു പറയുകയാണ്, തജ്രി ബി അയുനിന. തജ്രി പ്രസ്തുത കപ്പൽ സഞ്ചരിക്കുന്നു, ചലിക്കുന്നു. ബി അയുനിന നമ്മളുടെ കണ്ണുകളുടെ മേൽനോട്ടത്തിൽ, നമ്മുടെ കണ്ണുകളുടെ മേൽനോട്ടത്തിൽ ആ കപ്പൽ സഞ്ചരിക്കുന്നു. എന്തിനാ ആ കപ്പലിൽ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല വഹിച്ച് ആ കപ്പലിനെ അള്ളാഹു തൻ്റെ കണ്ണിൻ്റെ മേൽനോട്ടത്തിൽ സഞ്ചരിപ്പിച്ചത്, ചലിപ്പിച്ചത്? ജസാഅൻ ലിമൻ കാന കുഫിർ. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം കളവാക്കപ്പെട്ടു. അപ്പോൾ ആ കളവാക്കപ്പെട്ട നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമക്കുള്ള കൂലിയും പ്രതിഫലവും എന്ന നിലക്കാണ് അള്ളാഹു അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കപ്പൽ ചലിച്ചതിനെക്കുറിച്ച് അള്ളാഹു പറയുന്നു, തജ്രി ബി അയുനിന, നമ്മളുടെ കണ്ണുകളുടെ മേൽനോട്ടത്തിൽ അത് ചലിക്കുന്നു, സഞ്ചരിക്കുന്നു. അപ്പോൾ അള്ളാഹു തനിക്കിവിടെ കണ്ണുണ്ട് എന്ന് അള്ളാഹു തനിക്ക് സ്ഥിരീകരിക്കുകയാണ്. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഉണർത്തിയിട്ടുള്ളത്. ഇതേപോലെ വേറെയും വചനങ്ങൾ ഈ വിഷയത്തിൽ കാണുവാൻ സാധിക്കും. വസ്ബിർ ലിഹുക്മി റബ്ബിക് ഫഇന്നക ബിഅയുനിന. സൂറത്ത് തൂറിൻ്റെ അവസാന ഭാഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, റസൂലുള്ളാഹിനോട് അള്ളാഹു ക്ഷമിക്കാൻ പറയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു പറയുന്നത് ഫഇന്നക ബിഅയുനിന, പ്രവാചകരെ നിങ്ങൾ നമ്മളുടെ കണ്ണിൻ്റെ നോട്ടത്തിലാകുന്നു എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കണ്ണിൻ്റെ നോട്ടത്തിലാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സംരക്ഷിക്കുവാൻ, നിങ്ങൾക്ക് ഉള്ള സുരക്ഷ നൽകുവാൻ ഞാനുണ്ട്. നിങ്ങൾ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയിലാണുള്ളത്, വെട്ടത്തിലാണുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംരക്ഷിക്കാൻ ഞാനുണ്ടെന്നാണ്. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല തനിക്ക് കണ്ണുണ്ട് എന്നുള്ളത് ഉണർത്തുകയാണ്.